UCC Ignite. നമുക്കിന്ന് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ചിത്രങ്ങൾ വരയ്ക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികളെ നമ്മൾ മലയാളം ലെറ്റേഴ്സ് ആയിക്കോട്ടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആയിക്കോട്ടെ പഠിപ്പിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് അതിന്റെ സൗണ്ട് എന്ന് പഠിപ്പിക്കും. അതുപോലെ തന്നെ നമുക്ക് എഴുതാനും പഠിപ്പിക്കണ്ടേ, കറക്റ്റ് ആയിട്ട് അത് റൈറ്റ് ചെയ്യാൻ പഠിപ്പിക്കണ്ടേ. അത് കൂടാതെ തന്നെ കുട്ടിക്ക് ബി എന്ന് പറയുമ്പോൾ സംശയമില്ലാതെ എഴുതാൻ, ഇതാണ് ബി എന്ന് മനസ്സിലാക്കാൻ, ഇതാണ് സി എന്ന് മനസ്സിലാക്കാൻ, ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടെക്നിക്ക് യൂസ് ചെയ്ത് പഠിപ്പിക്കാം അല്ലെ. പിക്ചറൈസ്ഡ് ആയിട്ട് പഠിപ്പിക്കുക എന്നതാണ്. അപ്പൊ നമുക്കറിയാം മോണ്ടിസോറി TTC എന്ന് പറയുന്നത് ഫുള്ളി ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ്. കുട്ടിയെ കൊണ്ട് പരമാവധി ആക്ടിവിറ്റി ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുക. ആക്ടിവിറ്റി ചെയ്യിച്ച് പഠിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കുട്ടികൾ പെട്ടെന്ന് അത് പഠിക്കുകയാണ്, അവർക്കൊരു താല്പര്യവും ഇഷ്ടവും തോന്നുകയാണ്. അപ്പോൾ കാര്യങ്ങൾ കൂടുതലും ക്യാച്ച് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുട്ടികളെ ലെറ്റേഴ്സ് വരച്ച് പഠിപ്പിക്കാം. എ എന്ന് പറയുന്ന ലെറ്ററിലൂടെ ഒരു ചിത്രം വരപ്പിക്കാം, ബി എന്ന ലെറ്ററിലൂടെ ഒരു ചിത്രം വരപ്പിക്കാം. നമ്മൾ ടീച്ചേഴ്സിന്റെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഏത് പിക്ചർ വേണമെങ്കിലും കുട്ടികളെ കൊണ്ട് വരപ്പിക്കാം അല്ലെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡ്രോ വിത്ത് ലെറ്റേഴ്സ്. നമുക്കറിയാം A to Z ആണ് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ലെറ്റേഴ്സ് ഉള്ളത് അല്ലെ. ലെറ്റേഴ്സ് A to Z ആണ് ഉള്ളത്. അതിൽ A മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. A ആണ് ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ കുട്ടിയെ എയിൽ നിന്ന് നമുക്ക് ഏത് പിക്ചർ വരപ്പിക്കാം? എയിൽ നിന്ന് നമുക്ക് ഹൗസ് വരപ്പിക്കാം കുട്ടിയെ കൊണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ A എന്ന് പറയുന്ന ലെറ്റർ വരച്ച് കുട്ടിക്ക് കാട്ടി കൊടുക്കണം. അപ്പൊ കുട്ടി നോക്കിയിരിക്കും, A എന്ന് പറയുന്ന ലെറ്റർ ആണ് അത്, ഈ ലെറ്റർ ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊക്കെ, റൈറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്നൊക്കെ കുട്ടി മനസ്സിലാക്കാണ്. അതിനുശേഷം ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ ഒരു ഹൗസ് വരയ്ക്കും? നേരെ താഴോട്ടൊരു ലൈൻ കൊടുക്കുക, സൈഡിലോട്ടൊരു ലൈൻ കൊടുക്കുക, വീണ്ടും താഴോട്ടൊരു ലൈൻ കൊടുക്കുമ്പോൾ ഒരു ബോക്സ് ആവുന്നു അല്ലെ. അതിനുശേഷം നമ്മൾ ഒരു ഡോറ് കൊടുക്കുന്നു, അങ്ങനെ ഒരു ഹൗസ് വരയ്ക്കുവാണ്. ഇനി A വെച്ചിട്ട് നമുക്ക് ഹൗസ് മാത്രമാണോ വരയ്ക്കാൻ പറ്റുന്നത്? അല്ല, ഹാറ്റ് വേണമെങ്കിൽ വരയ്ക്കാം, ഇഷ്ടമുള്ള നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എന്ത് വേണമെങ്കിലും വരയ്ക്കാം. അപ്പൊ നമ്മൾ ടീച്ചർമാര് വെറുതെ ഈ ലെറ്റർ ആണ് A എന്ന് പറഞ്ഞ് കുട്ടികളെ കൊണ്ട് എഴുതി പഠിപ്പിക്കുന്നതിനേക്കാൾ ഇതേപോലെ പിക്ചറിലൂടെ പഠിപ്പിക്കുമ്പോൾ അവരത് നോക്കിയിരിക്കും. അവർ സ്വന്തമായിട്ട് വേറെ എന്തെങ്കിലും പിക്ചറിൽ ഇത് വരയ്ക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കും. കുട്ടികളെ കൊണ്ട് അവരുടെ ക്രിയേറ്റിവിറ്റി ലെവല് ഇംപ്രൂവ് ചെയ്യിക്കുക, അല്ലെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യിപ്പിക്കുക എന്നതാണ് നമ്മൾ ടീച്ചേഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ A എന്ന ലെറ്റർ ഉപയോഗിച്ച് നമ്മളൊരു പിക്ചർ വരച്ച് അവർക്ക് കാട്ടിക്കൊടുത്തു. അപ്പൊ അവരത് നോക്കിയിരുന്ന് വളരെ താല്പര്യത്തോടെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കണം, ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പിക്ചർ വരയ്ക്കാൻ പറ്റുന്നുണ്ടോ A എന്ന ലെറ്റർ ഉപയോഗിച്ച്? അപ്പൊ അവരെന്ത് ചെയ്യും? ചിന്തിക്കും. ഈ ലെറ്റർ വീണ്ടും വീണ്ടും എഴുതി അതിൽ നിന്ന് മറ്റൊരു ലെറ്റർ അവര് കണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുള്ള മറ്റുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിരിക്കും അവർ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ലെറ്ററിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും എന്നൊക്കെ അവർ കണ്ടെത്തി അവരുടെ പേപ്പറിലേക്ക് അവർ വരയ്ക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്വന്തമായിട്ട് അവര് ഒരുപാട് ചിന്തിച്ച് ഈ ലെറ്റർ പഠിക്കുകയും ചെയ്യും, മറന്നു പോകാതെയും ഇരിക്കും. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് B എന്ന് പറയുന്ന ലെറ്റർ പഠിപ്പിക്കാം. B എന്ന് പറയുന്ന ലെറ്റർ പഠിപ്പിക്കാൻ നമുക്ക് ബട്ടർഫ്ലൈ അല്ലെ. യൂസ് ദി ലെറ്റർ B ടു ഡ്രോ എ ബട്ടർഫ്ലൈ. അപ്പൊ നമുക്ക് ബട്ടർഫ്ലൈനെ വരച്ച് B എന്ന ലെറ്റർ പഠിപ്പിക്കാം. അപ്പൊ ആദ്യം തന്നെ B എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ ഇവിടെ വരയ്ക്കുകയാണ്. അതിനുശേഷം ഈ സൈഡിലേക്കും നമ്മൾ B എന്ന് പറയുന്ന ലെറ്റർ വരച്ചു. അതിനുശേഷം നമ്മൾ അതിന് വാലും കൊമ്പും കണ്ണും മൂക്കും ഒക്കെ വരയ്ക്കണം. കൊമ്പും വരച്ചു കൊടുത്തു. ഇതേപോലെ നമ്മൾ B എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് ഒരു ബട്ടർഫ്ലൈനെ വരയ്ക്കുവാണ്. അപ്പോ 2 B ആണ് നമ്മൾ യൂസ് ചെയ്തത്. ആ സൈഡിൽ ഒരു B യൂസ് ചെയ്തു, ഈ സൈഡിൽ ഒരു B യൂസ് ചെയ്തു. കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേ സ്പീഡിൽ ഇത് വരച്ചു തീർക്കാൻ സാധിക്കണമെന്നില്ല അല്ലെ. ഇവിടെ കുട്ടിയുടെ ഫിംഗറിന്റെയും അതുപോലെ തന്നെ ഹാൻഡിന്റെയും ഒക്കെ ആ ഒരു ചലനം, അവര് ഹാൻഡ് ഉപയോഗിച്ചിട്ട് ഫിംഗർ ഉപയോഗിച്ചിട്ട് പെൻസിൽ എങ്ങനെ പിടിക്കാം, എങ്ങനെ ശരിയായ രീതിയിൽ ഒരു ലൈൻ വരയ്ക്കാം, ഏത് രീതിയിൽ പ്രോപ്പറായി എഴുതാം, ഇതൊക്കെ ഇതിൽ നിന്ന് പഠിക്കുവാണ്. ഒരൊറ്റ കാര്യം മാത്രമാണോ പഠിക്കുന്നത്? ലെറ്റർ മാത്രമാണോ പഠിക്കുന്നത്? അല്ല, അവരുടെ ഒബ്സർവേഷൻ സ്കില്ല്, അതുപോലെ തന്നെ അവരുടെ ഹാൻഡ്
ഫിംഗർ, ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാം, ഏത് രീതിയിൽ ലൈൻ വരയ്ക്കാം, ഏത് രീതിയിൽ ഹാൻഡ് ഉപയോഗിക്കാം, ഫിംഗർ ഉപയോഗിക്കാം, ഇതുപോലെ ഫിസിക്കലി കൂടി അവരെന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോ അപ്പ് ആവുന്നുണ്ട് ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ. മോണ്ടിസോറി TTCയുടെ ഒരു പ്രത്യേകതയാണ് അതല്ലേ, ഒരു ആക്ടിവിറ്റിയിലൂടെ കുട്ടി ഒരു കാര്യമല്ല ഒന്നിൽ കൂടുതൽ കാര്യങ്ങളാണ് പഠിക്കുന്നത്, ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കുട്ടി ഇങ്ങനെ ഒരു കാര്യം വരച്ചു വെച്ചു. നമുക്ക് വേണമെങ്കിൽ കുട്ടിയെ കൊണ്ട് ഇവിടെ കുറെ ഡിസൈൻസ് ചെയ്യിപ്പിക്കാം, കളർ ചെയ്യിപ്പിക്കാം. കളർ ചെയ്യിപ്പിക്കുമ്പോൾ കുട്ടിയെ കൊണ്ട് കളറും പഠിപ്പിക്കാം അല്ലേ, ഓരോരോ കളർ പഠിപ്പിക്കാം. അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അവര് കളർ ചെയ്യും. അപ്പൊ കളർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാവാണ് പിക്ചർ, അതിന്റെ കൂടെ അവർ കളർ കൂടി പഠിക്കുകയാണ്. ഇത് മാത്രമല്ല വരപ്പിക്കേണ്ടത്, കുട്ടികളെ കൊണ്ട് വേറെ എന്തെങ്കിലും ബി വെച്ച് വരയ്ക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് അവർക്ക് അവരുടേതായ ഐഡിയയിൽ, അവരുടേതായ ക്രിയേറ്റിവിറ്റിയിൽ വരയ്ക്കാനുള്ള ഒരു സ്പേസ് കൂടി നമ്മൾ ആ ക്ലാസ് റൂമിൽ കൊടുക്കണം. അതുപോലെ തന്നെ സി എന്ന് പറയുന്ന ലെറ്റർ അല്ലേ, എളുപ്പത്തിൽ എഴുതാൻ സാധിക്കുന്നതാണ് സി എന്ന് പറയുന്ന ലെറ്റർ. യൂസ് ദി ലെറ്റർ സി ടു ഡ്രോ എ സണ്ണ്. നമുക്ക് സണ്ണ് ഈസി ആയിട്ട് നമുക്കിത് വരയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ സി എന്ന് കുട്ടിയെ കൊണ്ട് വരപ്പിച്ചു. അതിനുശേഷം നമ്മൾ സണ്ണിനെ വരയ്ക്കുവാണ്. സണ്ണിനെ ഇങ്ങനെ കുട്ടിയെ കൊണ്ട് സണ്ണിനെ വരപ്പിച്ചു. പല രീതിയിലായിരിക്കും ഓരോരുത്തരും വരയ്ക്കുന്നത്. അത് നമ്മൾ ക്ലിയർ ചെയ്യാനൊന്നും നിൽക്കണ്ട, അത് അവരുടേതായ രീതിയിൽ അവർ തന്നെ ഇംപ്രൂവ് ചെയ്തെടുത്തോളും. അവരുടെ ആ ഒരു ഹാൻഡ് വെച്ച് ഫിംഗർ വെച്ച് വരയ്ക്കണേന്റെ ആ ലെവൽ അവർ തന്നെ ഇംപ്രൂവ് ചെയ്ത് പൊക്കോളും. എല്ലാ കുട്ടികളും ഒരേ ലെവലിൽ വരയ്ക്കണമെന്നോ ഒരേ ലെവലിൽ കറക്റ്റ് ലെറ്റർ ആവണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. ഇനി സി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് സൺ മാത്രമല്ല ബോൾ നമുക്ക് വരയ്ക്കാം അല്ലെ, അതുപോലെ ഓറഞ്ച് വരയ്ക്കാം. അപ്പൊ കുട്ടികളോട് ചോദിക്കാം, സി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് സൺ മാത്രമല്ലല്ലോ, വേറെ എന്തൊക്കെ വരയ്ക്കാൻ പറ്റും, നിങ്ങൾ കണ്ടിട്ടുള്ള മറ്റെന്തെങ്കിലും ഒബ്ജക്ട്സ് ഒക്കെ ആലോചിച്ച് നോക്ക്, റൗണ്ട് ഷേപ്പിലുള്ള ഒബ്ജക്ട്സ് ആലോചിച്ച് നോക്ക്. അപ്പൊ നമുക്ക് റൗണ്ട് ഷേപ്പ് പഠിപ്പിക്കാൻ പറ്റും കുട്ടികളെ കൊണ്ട് അല്ലെ. ഷേപ്സ്, അപ്പൊ നമുക്ക് ഷേപ്സ് പഠിപ്പിക്കാം, കളേഴ്സ് പഠിപ്പിക്കാം, ഷേപ്സ് പഠിപ്പിക്കാം. അതിന്റെ കൂടെ ലെറ്റർ പഠിക്കുന്നു, ഒബ്സർവേഷൻ സ്കില്ല് കുട്ടിക്ക് ഡെവലപ്പ് ആകുന്നു, തിങ്കിങ് ലെവല്, ക്രിയേറ്റിവിറ്റി ലെവല്, ഇതൊക്കെ ഇംപ്രൂവ് ആവാണ് ഒരൊറ്റ ആക്ടിവിറ്റിയിൽ നിന്ന്. അപ്പോൾ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് കുട്ടിയുടെ ഇത്തരത്തിലുള്ള ഒരുപാട് ലെവലുകൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ സാധിക്കും, ഏത് തരത്തിലുള്ള ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യണമെന്ന് ഓരോ ടീച്ചറുമാണ് കണ്ടുപിടിക്കേണ്ടത്, അതിനനുസരിച്ച് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ചോദിക്കുവാണ്, വേറെ ഏതെങ്കിലും ഷേപ്പിലുള്ള, നിങ്ങൾ റൗണ്ട് ഷേപ്പിലുള്ള വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ, അപ്പൊ റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ഓരോന്ന് പറയും, അതുപോലെ അവരുടെ പേപ്പറിൽ വരയ്ക്കും, വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ അടുത്ത് കൊണ്ട് കാണിക്കും, ഞാൻ ഇങ്ങനെ വരച്ചു എന്ന്. അപ്പൊ നമ്മൾ കുറച്ച് എൻകറേജ് ഒക്കെ ചെയ്ത് ഒരു ഗുഡും ഒരു സ്റ്റാർ ഒക്കെ ഇട്ട് കൊടുത്ത് വളരെ നല്ല രീതിയിൽ അവരെ എൻകറേജ് ചെയ്ത് ക്ലാപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യാണ്, ഞാൻ വരച്ചത് വളരെ ഭംഗിയുണ്ട്, അടിപൊളിയായിട്ടുണ്ടെന്ന് സ്വന്തം മനസ്സിലാക്കുക. അതിന്റെ കൂടെ സി ലെറ്റർ മാത്രമല്ല അവർ പഠിക്കുന്നത്, വേറെ ഒരുപാട് കാര്യം കൂടി അവരുടെ ഇംപ്രൂവ് ആവുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെറ്റർ ഏതാണ്, ഡി ആണല്ലേ. ഡി വെച്ചിട്ട് ഈ ഒരു പിക്ചർ മാത്രമല്ല നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്, ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലെറ്റർ വരയ്ക്കാൻ പറ്റും. നമ്മൾ ആദ്യം തന്നെ കുട്ടികൾക്ക് എപ്പോഴും ഒരു ഡെമോ കാണിച്ചു കൊടുക്കണം, അതിനുശേഷമാണ് അവരെ കൊണ്ട് സ്വയം ചെയ്യിപ്പിക്കേണ്ടത് അല്ലേ. അപ്പൊ ഡി വെച്ചിട്ട് നമുക്ക് ഡക്കിനെ വരയ്ക്കാം. യൂസ് ദി ലെറ്റർ ഡി ടു ഡ്രോ എ ഡക്ക്. അപ്പോ ഡി വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ഡി കുട്ടിയെ കൊണ്ട് വരപ്പിക്കുവാണ്. അപ്പൊ ഡി വരച്ചു വെച്ചു അല്ലേ. അതിനുശേഷം അതിന് 2 കാല് വരയ്ക്കണം. അപ്പൊ നമ്മൾ ഇതുപോലെ 2 കാല് വരയ്ക്കാൻ പഠിപ്പിക്കണം. അത് കഴിഞ്ഞ് ഐ വേണം അല്ലെ, കണ്ണ് വേണം. അത് കഴിഞ്ഞ് നമ്മളൊരു ചിറക് കൂടി വരച്ച് പിന്നെ അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും വരച്ചിങ്ങനെ കൊടുക്കുക കുട്ടിക്ക്. അപ്പൊ ഡി എന്ന് പറയുന്ന ഈ ഒരു ലെറ്ററിൽ നിന്നുമാണ് നമ്മൾ ഡക്ക് എന്ന് പറയുന്ന ഒരു പിക്ചർ വരച്ചത് അല്ലേ. അപ്പോ ഡി എന്ന് പറയുന്ന ലെറ്റർ മാത്രമല്ല കുട്ടി പഠിക്കുന്നത്, അതിൻ്റെ കൂടെ ആ ഒരു ക്രിയേറ്റിവിറ്റി ലെവലിൽ ചിന്തിച്ച് ആ ഒരു പിക്ചർ വരച്ച് അത് മനസ്സിലാക്കിയെടുത്ത് ആ ലെറ്റർ മറന്നു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുട്ടി ചിന്തിച്ച് സ്വന്തമായിട്ട് ചിന്തിച്ച് ആ ലെറ്റർ പിന്നെ ഒരിക്കലും മറക്കില്ല. ഡി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ് ഞാൻ ഡക്കിനെ വരച്ചത് എന്ന് കുട്ടി പറയും.
അല്ലെങ്കിൽ ഒരു ലെറ്റർ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ഡി എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ ഏത് ആനിമലിനെയാ വരച്ചേ, അല്ലെങ്കിൽ ഏത് ബേർഡിനെയാ വരച്ചേ, അല്ലെങ്കിൽ എന്ത് ഒബ്ജക്റ്റിനെയാ വരച്ചെന്ന് പറയുമ്പോൾ കുട്ടി ചാടി പറയും. കാരണം അവൻ ആ ലെറ്റർ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുട്ടിയെ കൊണ്ട് സ്വന്തമായിട്ട് കുട്ടിയുടെ ചിന്തയ്ക്ക് അനുസരിച്ച് ഒരു പിക്ചർ വരയ്ക്കാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കണം. ഇനി ഇ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ ഫ്ലാഗ് ആണ് വരച്ചിരിക്കുന്നത്. യൂസ് ദി ലെറ്റർ ഇ ടു ഡ്രോ എ ഫ്ലാഗ് ആണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇ എന്ന് പറയുന്ന ലെറ്റർ ഇവിടെ വരച്ചതിന് ശേഷം ഒരു ലൈൻ കൂടി കൊടുക്കണം അല്ലേ. 3 ബോക്സസ് ആണ് നമുക്ക് ഫ്ലാഗിന് വേണ്ടത്. അത് കഴിഞ്ഞ് ഇവിടെ ഫിനിഷ് ചെയ്യണം നമ്മൾ. അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റാൻഡ് വരയ്ക്കണം. വീണ്ടും ലൈനാണ് വരയ്ക്കുന്നത്. കുട്ടിക്ക് കറക്റ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാൻ എപ്പോഴും പാടായിരിക്കും അല്ലെ. ഒരു കുട്ടി പെട്ടെന്ന് തന്നെ കറക്റ്റ് ആയിട്ട് ഒരു ലൈനോ ഒരു റൗണ്ടോ ഒക്കെ വരയ്ക്കുവോ? ഇല്ല. അവൻ ഒരുപാട് പ്രാവശ്യം അത് വരച്ചാണ് അവന്റെ ആ ഒരു ഫിംഗർ അതിനോട് കൂടി പൊരുത്തപ്പെട്ട് അവൻ നല്ല രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഫ്ലാഗിന്റെ സ്റ്റാൻഡ് അവനെ കൊണ്ട് വരപ്പിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ 1 വരയ്ക്കുക. 1 വരച്ചിട്ട് 1 താഴോട്ട് വരയ്ക്കാൻ പറയുമ്പോൾ അവൻ ആ 1 നിന്ന് താഴോട്ട് വരച്ച് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഇത് സ്റ്റാൻഡ് ആണെന്ന് കുട്ടിയെ കൊണ്ട് മനസ്സിലാക്കിപ്പിക്കണം. അങ്ങനെ നമ്മളിവിടെ സ്റ്റാൻഡ് ആണെന്ന് കുട്ടിയെ കൊണ്ട് മനസ്സിലാക്കിപ്പിച്ച് സ്റ്റാൻഡ് വരയ്ക്കുന്നു. ഇത്രയും മാത്രം വരച്ചാൽ മതിയോ? അല്ല. അങ്ങനെ നമ്മള് ഫ്ലാഗ് ആണ് വരച്ചത്. ഇ എന്ന് പറയുന്ന ലെറ്ററിൽ നിന്ന് നമ്മൾ ഫ്ലാഗ് ആണ് വരച്ചത്. ഇനി ഇ എന്ന് പറയുന്ന ലെറ്ററിൽ നിന്ന് മക്കൾക്ക് എന്തെങ്കിലും വരയ്ക്കാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച് അവരെ കൊണ്ട് മറ്റ് ചിത്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഓബ്ജക്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും പറയിപ്പിക്കുകയോ അതുപോലെ തന്നെ ഡ്രോ ചെയ്യിപ്പിക്കുകയോ ചെയ്യണം. അതിലൂടെ അവര് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് സ്വന്തമായിട്ട് പറയും. സ്വന്തമായിട്ട്. അല്ലെങ്കിൽ കുട്ടികൾ എപ്പോഴും എന്ത് ചെയ്യും? പേടിച്ച്. സ്റ്റേജ് ഫിയർ കുട്ടികൾക്ക് ഉണ്ടാവുന്നത് അങ്ങനെയാണ്. ഒരുപാട് ആക്ടിവിറ്റി ഒന്നും ചെയ്യിക്കാതെ കുട്ടികളെ കൊണ്ട് ബോർഡിൽ എഴുതിക്കുന്നത് മാത്രം എഴുതിയെടുക്കാൻ പറഞ്ഞ് വെറുതെ ഇരുത്തുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? അവർക്ക് പേടിയായിരിക്കും മുന്നോട്ടേക്ക് ഒന്ന് സംസാരിക്കാൻ. ഇതുപോലുള്ള ആക്ടിവിറ്റീസിലൂടെ എല്ലാ കുട്ടികളെ കൊണ്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കണം. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കണം. എന്നിട്ട് പറയണം ഓരോന്നും. മോൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഒരു ലെറ്ററിൽ നിന്ന് നമ്മൾ വേറെ എന്തൊക്കെ വരയ്ക്കാൻ പറ്റുമെന്ന് നമ്മൾ ചോദിച്ച് കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി എഫ് എന്ന് പറയുന്ന ലെറ്ററിൽ നിന്ന് ഇവിടെ നമ്മൾ ബാഗ് ആണ് വരച്ചേക്കുന്നത് അല്ലെ. എഫ് എന്ന ലെറ്ററിൽ നിന്ന് അപ്പൊ നമ്മൾ എഫ് എന്ന ലെറ്റർ വരച്ചതിന് ശേഷം എഫ് എന്ന് പറയുന്ന ലെറ്ററിനെ ഒരു ബോക്സിലാക്കുകയാണ് വേണ്ടത്. എഫ് എന്ന് പറയുന്ന ലെറ്ററിന് നമ്മളിങ്ങനെ ഒരു ബോക്സ് ആക്കണം. അതിനുശേഷം ഈ എഫ് എന്ന് പറയുന്ന ലെറ്ററിന് ഒരു പോർഷൻ അല്ലെ. ബാഗിന് എപ്പോഴും ഒരു കള്ളി മാത്രമാണോ ഉണ്ടാവുകയുള്ളൂ? ഒരുപാടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഫ്രണ്ടിൽ ഒരെണ്ണം കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിനൊരു ഫിനിഷിങ്ങിന് വേണ്ടി ഒരു സ്ഥലത്ത് ഇരിക്കുവാണ് എന്നുള്ള രീതിയിൽ അതിനൊരു ഷാഡോ ഫേസ് പോലെ വരച്ചു കൊടുത്തു. അതിനുശേഷമാണ് അതിന് പിടിക്കേണ്ട ഒരു ഭാഗം നമ്മൾ വരയ്ക്കുന്നത്. ഇതേപോലെ എഫ് എന്ന് പറയുന്ന ലെറ്ററിൽ നമ്മൾ ബാഗ് വരച്ചു അല്ലെ. ഇത് എഫ് എന്ന് പറയുന്ന ലെറ്റർ ആണ്. എഫ് എന്ന് പറയുന്ന ലെറ്റർ. എഫ് എന്ന് പറയുന്ന ലെറ്ററിൽ നിന്ന് നമ്മൾ ബാഗ് വരയ്ക്കാൻ പഠിച്ചു. ഇനി എഫ് എന്ന് പറയുന്ന ലെറ്ററിൽ നിന്ന് വേറെ എന്തെങ്കിലും മക്കൾക്ക് വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് അവരെ കൊണ്ട് വരപ്പിക്കുക. ഇനി വരയ്ക്കാൻ താല്പര്യമില്ലാത്ത, എനിക്ക് വരച്ചിട്ട് ശരിയാവുന്നില്ല മിസ്സേ എന്നൊക്കെ പറയുന്നവരോടാണെങ്കിൽ വേറെ എന്ത് വരയ്ക്കാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. വേറെ എന്തൊക്കെ വരയ്ക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അവരെ അടുത്തിരുത്തി അവരെ കുറച്ച് എൻകറേജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവർ സ്വന്തമായിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും അങ്ങനെ വരയ്ക്കാൻ പറ്റും എന്നൊക്കെ നമ്മളോട് ചോദിക്കും. അതുപോലെ തന്നെ ജി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ലീഫ് വരയ്ക്കാം അല്ലെ. ഈസി ആയിട്ട് ഇത് വരയ്ക്കാൻ പറ്റും. ജി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് ജി എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ വരച്ചു. അതിനുശേഷം നമ്മൾ അതിന്റെ ഉള്ളിലൂടെ ഒരു ഇല വരയ്ക്കും. അതിന്റെ ഉള്ളിലൂടെ നമ്മൾ ഇതുപോലെയൊക്കെ കൊടുത്ത് അതിനൊരു ഭാഗമൊക്കെ നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുത്ത് ഇനി ലൈൻസ് കൊടുക്കണം അല്ലേ. ലൈൻസ് കൊടുക്കണം. ലൈൻസും കൂടി കൊടുക്കുമ്പോൾ എന്തായി? ജി എന്ന് പറയുന്ന ലെറ്ററിൽ നിന്ന് ഒരു ലീഫായി അല്ലേ. ഒരു ഇല നമ്മൾ വരച്ചു ജി എന്ന ലെറ്ററിൽ നിന്ന്. കുട്ടികൾ സ്വന്തമായിട്ട് ഇല മാത്രമല്ല ഒരുപാട് പറയും. നിങ്ങൾ ഒരു ക്ലാസ് റൂമിൽ ചെന്ന് ഇത് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ വരച്ചതിൽ കൂടുതൽ കുട്ടികൾ അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നോരോന്ന് മെൻഷൻ ചെയ്യും. ടീച്ചറെ അത് വരയ്ക്ക്, ഇത് വരയ്ക്ക്, അത് വരയ്ക്കാൻ പറ്റും, ഇത് വരയ്ക്കാൻ പറ്റും. ഇനി സ്വന്തമായിട്ട് വരച്ച് അവർ കൊണ്ട് തന്നുകൊണ്ടേയിരിക്കും. മാർക്ക് ഇടിപ്പിക്കാനൊക്കെ മാർക്ക് ഇട്ട് തരാൻ പറയും. സ്റ്റാർ വരച്ച് തരാൻ പറയും. അവർ നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വന്ന് ഇങ്ങനെ കാണിച്ചു തരും അവരുടേതായ ചിന്തകൾ. അപ്പൊ നമ്മൾ ആലോചിക്കും ഇതൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ. നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ വരെയും ചിന്തിക്കും ഇവർ ഇത്രയൊക്കെ ചിന്തിച്ച് ഇത്രയോ ഒബ്ജക്ട്സും ഇതുപോലത്തെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, വരയ്ക്കുന്നുണ്ട്.
ഞാൻ ആലോചിച്ചിട്ട് ഈ ലീഫ് മാത്രം അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളെ കിട്ടുള്ളൂ, ഇതൊന്നും കിട്ടിയില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. നമ്മളെക്കാൾ കൂടുതൽ ചിന്തിച്ചവർ ഓരോ കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് പറയാൻ തുടങ്ങും, അവരുടെ ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇനിയാണ് എച്ച് എന്ന് പറയുന്ന ലെറ്റർ അല്ലേ. എച്ച് എന്ന് പറയുന്നത് നമ്മൾ ലാൻഡ് ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. ലാൻഡ് ഫോൺ കുട്ടികൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ നമ്മൾ പിക്ചറിൽ അത് കാണിച്ചു കൊടുക്കുകയും വീഡിയോസ് യൂസ് ചെയ്തൊക്കെ നമുക്ക് അതിനെ പരിചയപ്പെടുത്താം. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺസ് അല്ലാതെ ലാൻഡ് ഫോൺസും ഉണ്ട്, അത് നമ്മൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്തിരുന്നു, സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ അതുകൂടി പരിചയപ്പെടുത്തുക. അത് പരിചയപ്പെടുത്താൻ വീഡിയോസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പിക്ചർ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഇത് വരച്ച് കാണിച്ചു കൊടുക്കാം. ചിലപ്പോൾ കുട്ടികൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മളിത് വരച്ച് വെച്ചിട്ട് ഒരു പ്രയോജനമില്ല. ആദ്യം തന്നെ അതിനെ പരിചയപ്പെടുത്തിയിട്ടേ വരയ്ക്കാൻ പാടുള്ളൂ. ലാൻഡ് ഫോണൊക്കെ ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എച്ച് എന്ന് പറയുന്ന ലെറ്ററിൽ നിന്നാണ് വരയ്ക്കാൻ പോകുന്നത്. എച്ച് എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ വരച്ചു. ഇനി എച്ചിനെ നമ്മളിങ്ങനെ ഒരു ബോക്സിന്റെ ഉള്ളിലേക്ക് ഇതുപോലെ ആക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഇവിടെ ഫോൺ വേണം അല്ലേ. ഫോണിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ഭാഗം വരച്ചു വെച്ചു, അത് കഴിഞ്ഞിട്ട് ഇത്രയും ഭാഗം വരച്ചു വെച്ചു. ഇങ്ങനെ നമ്മൾ വരച്ചേക്കുവാണ്. ഇനി നമുക്ക് ഇവിടെയും ഒരു ക്ലോസ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 2 ലൈൻ ഇട്ട് ക്ലോസ് ചെയ്യുമ്പോൾ അതൊരു ഫോൺ ആവാണ്, ലാൻഡ് ഫോണിന്റെ ഫോൺ ആവാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ എന്ത് വേണം, ഇവിടെ ഇതേപോലെ നമുക്കിങ്ങനെ നമ്പേഴ്സ് വേണം. എന്നിട്ട് ഓരോന്നിൻ്റെ ഉള്ളിലും ഓരോ നമ്പർ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ എച്ച് എന്ന് പറയുന്ന ലെറ്ററിൽ നിന്ന് ഒരു ഫോൺ വരച്ചേക്കുവാണ്, ലാൻഡ് ഫോൺ വരച്ചേക്കുവാണ്. അപ്പോൾ എച്ച് എന്ന് പറയുന്ന ലെറ്ററിൽ നിന്നുമാണ് നമ്മൾ ഈ ലാൻഡ് ഫോൺ വരച്ചത്. എച്ച് എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു പിക്ചർ വരയ്ക്കുക മാത്രമല്ല, ഇതെന്താണ് സാധനം എന്ന് കുട്ടിക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ട് കുട്ടിക്ക് പിക്ചറിലൂടെയോ വീഡിയോയിലൂടെയോ ഇതിനെ കാണിച്ച് പരിചയപ്പെടുത്തണം. ഇതെന്തിനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു, നിങ്ങളിത് കണ്ടിട്ടുണ്ടോ, ആരുടെങ്കിലും വീട്ടിലുണ്ടോ, ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. കുട്ടികളെ കൊണ്ട് ഒരുപാട് സംസാരിപ്പിക്കണം. അതിനുശേഷം വരച്ച് കാണിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് കുട്ടിയെ കൊണ്ട് വരപ്പിക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് നിങ്ങൾ ചിന്തിച്ച് വേറെ എന്തെങ്കിലും വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ പറയണം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഐ എന്ന് പറയുന്ന ലെറ്റർ അല്ലെ. ഐ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഒരു ഫ്ലവർ വരയ്ക്കാം അല്ലെ. ഐ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച്, ഇതിപ്പോ ക്യാപിറ്റൽ ലെറ്റർ ഐ ആണ്. ഇനി നമുക്ക് ഇതിനെ സ്മോൾ ലെറ്റർ ഐയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒന്ന് കൊടുത്തു, ഒരു ഡോട്ട് പോലെ കൊടുത്തു. ഇപ്പൊ ഇത് സ്മോൾ ലെറ്റർ ഐ ആയി. ഇനി ഇതിന് ഓരോരോ ഫെതേഴ്സ് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ. അത് മാത്രമാണോ, ഇനി നമുക്ക് വേണമെങ്കിൽ അതിന് ലീഫും വരയ്ക്കാം. അപ്പോ ഐ എന്ന് പറയുന്ന ലെറ്ററിൽ നിന്നുമാണ് നമ്മൾ എന്ത് വരച്ചത്, ഫ്ലവർ വരച്ചത്. ഓക്കെ, ഐ എന്ന് പറയുന്ന ലെറ്ററിൽ നിന്ന് ഫ്ലവർ മാത്രമല്ല വേറെ ഒരുപാട് പിക്ചേഴ്സ് വരയ്ക്കാൻ സാധിക്കും. കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ലെവല് ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനുള്ള സ്പേസ് കൊടുത്ത് കുട്ടികളെ കൊണ്ട് വരപ്പിക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ജെ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് അംബർല വരയ്ക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അംബർലക്ക് എപ്പോഴും നിറങ്ങൾ കൊടുക്കാൻ കുട്ടികളോട് പറയാം, കളർഫുൾ ആക്കി മാറ്റാൻ കുട്ടികളോട് പറയാം. കുട്ടികളുടെ കയ്യിൽ ക്രയോൺസും സ്കെച്ചും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ പറയുക, നിങ്ങളുടെ അംബർല എങ്ങനെയാ ഇരിക്കുന്നത്. അപ്പൊ അവർ അവരുടെ അംബർലയെ നോക്കും, അവരുടെ സ്വന്തം അംബർല ഒബ്സർവ് ചെയ്യും, എന്നിട്ട് അതിലെ നിറങ്ങൾ വെച്ച് കളർ ചെയ്യാനൊക്കെ ശ്രമിക്കും. അപ്പൊ നമ്മൾ സ്വന്തം ചുറ്റുവട്ടത്തുള്ള അല്ലെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലാവരും അംബർല യൂസ് ചെയ്യില്ല. എന്തിനാണ് അംബർല യൂസ് ചെയ്യുന്നത്, അംബർല നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ആ ഒബ്ജക്റ്റിൽ നിന്ന് ചോദിക്കാം. ഈ അംബർല പ്ലെയിൻ ആണോ, നിങ്ങളുടെ അംബർലയ്ക്ക് എത്ര കളേഴ്സ് ഉണ്ട്. അപ്പൊ കുട്ടികൾ ചിന്തിച്ച് ഇത്ര ചിലർക്ക് കളർ പറയാൻ അറിയില്ലായിരിക്കും. അപ്പൊ നമുക്ക് ആ കളർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഇനി ഈ കളർ തന്നെയാണോ നിങ്ങൾ ഈ അംബർലയിൽ കളർ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ അവർ ചിന്തിച്ചിട്ട് ചിലപ്പോൾ അത് തന്നെ ചെയ്യും, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും കളർ യൂസ് ചെയ്തിട്ടൊക്കെ കളർ ചെയ്യും. ഇപ്പൊ കളർ പഠിക്കുന്നു, ലെറ്റർ പഠിക്കുന്നു, തിങ്ക് ചെയ്യുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കും. ജെ വെച്ചിട്ട് നമുക്ക് അംബർല വരയ്ക്കാം. അപ്പൊ ആദ്യം തന്നെ ജെ വെച്ചിട്ട് ഇങ്ങനെ ജെ നമ്മൾ വരച്ചു. ജെ വരച്ചു. അതിനുശേഷം ജെക്ക് ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. ജെക്ക് നമ്മൾ വീണ്ടും പുറത്തേക്കൂടെ മറ്റൊരു ജെ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ അതിന്റെ പൊക്കത്തേക്കൂടെ ഇങ്ങനെ വരയ്ക്കുക. അത് കഴിഞ്ഞ് മുകളിൽ ഇങ്ങനെ ഒരു റൗണ്ട് വരയ്ക്കുക. കാരണം അംബർലയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ട് അല്ലേ.
അതിന് ശേഷമാണ് നമ്മൾ അതിന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ ഭാഗങ്ങൾ വേണം അല്ലേ? ഓരോ ഭാഗത്ത് വേണമെങ്കിൽ ഓരോ കളർ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഒറ്റ കളർ എല്ലാ ഭാഗത്തും കൊടുക്കാം. പിന്നെ കുട്ടികളായതുകൊണ്ട് അവർക്ക് ഓരോ കളർ കൊടുക്കാനായിരിക്കും ഏറ്റവും താല്പര്യം. മൾട്ടിപ്പിൾ ആയിട്ട് ഒരുപാട് കളർ കൊടുക്കാനായിരിക്കും അവർക്ക് ഇഷ്ടം. അപ്പൊ അവർ അതേപോലെ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ മുകളിൽ ഇങ്ങനെയും കൊടുത്തു കഴിയുമ്പോൾ എന്തായി? അംബർലയായി. അത് കഴിഞ്ഞ് നമുക്ക് കുട്ടികളോട് പറയാം ഇതിന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അപ്പൊ അവരെന്ത് ചെയ്യും? ഓരോ ഭാഗത്തിനും ഓരോ കളറുകൾ യൂസ് ചെയ്യും, ഓരോ കളറുകളുടെ പേര് പഠിക്കും. ഓക്കെ, അപ്പൊ ജെ എന്ന് പറയുന്ന ലെറ്ററിൽ നിന്ന് നമ്മൾ അംബർലയാണ് വരച്ചത്. ഇനി ജെ എന്ന ലെറ്ററിൽ നിന്ന് അംബർല മാത്രമല്ല ഒരുപാട് ഒബ്ജക്ട്സ്, അല്ലെങ്കിൽ ഒരുപാട് ഒബ്ജക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? കുട്ടികൾ കണ്ടിട്ടുള്ളതാ കുട്ടികൾ വരയ്ക്കുള്ളൂ അല്ലെ? അവർക്ക് പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ അവർ കണ്ടിട്ടുള്ളത് അവരവരുടെ ചിന്തയിൽ നിന്ന് എടുത്ത് ചിത്രമാക്കുള്ളൂ, അവർ പിക്ചർ ആക്കുള്ളൂ. അപ്പോ അവർ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, ഈ ഒരു ലെറ്ററിൽ നിന്ന് ഏതൊക്കെ കാര്യങ്ങൾ ഇനി ക്രിയേറ്റ് ചെയ്യാം, ഏതൊക്കെ ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യാന്ന് ചിന്തിച്ച് അവർ തന്നെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മോണ്ടിസോറി TTCയിൽ എപ്പോഴും ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടാണ് ലേണിംഗ് പോകുന്നത്. ആക്ടിവിറ്റിയിലൂടെ കുട്ടികളെ പഠിപ്പിക്കാനാണ് ഓരോ ടീച്ചേഴ്സും എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പഴയ കാര്യങ്ങൾ തന്നെ ചെയ്യിപ്പിക്കാതെ പുതിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. പുതിയ കാര്യങ്ങളിലൂടെ എങ്ങനെ പഠിപ്പിക്കാം എന്നാണ് ഓരോ ടീച്ചറും ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ടീച്ചർ ആയിരിക്കും നമ്മൾ മോണ്ടിസോറി ടീച്ചറായി മാറുമ്പോൾ നമ്മൾ അവരുടെ ആദ്യ അധ്യാപികയാണ്. നമ്മളിൽ നിന്നാണ് ഒരു ആദ്യ പാഠം പഠിക്കുന്നത്. അപ്പൊ അവരുടെ കഴിവിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കരുത്. ഓക്കെ, അപ്പൊ നമ്മൾ A to Z വരെ ഉള്ളതിൽ J വരെയുള്ള ലെറ്റേഴ്സ് ആണ് ഇന്ന് നോക്കിയത്. ഇനി ബാക്കിയുള്ള ലെറ്റേഴ്സ് ഉപയോഗിച്ച് മറ്റു ചിത്രങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അതുപോലെ തന്നെ പുതിയ കരിയർ തുടങ്ങാൻ ഒരു ആപ്പ് മതി എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്കിപ്പോൾ ഒരു പുതിയ കരിയർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുവാണെങ്കിൽ മോണ്ടിസോറി TTC, യോഗ TTC, AI for ടീച്ചേഴ്സ് തുടങ്ങിയ കോഴ്സുകൾ നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. മോണ്ടിസോറി TTCയുടെ ഒരു ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. +2 യോഗ്യതയാണ് വേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ടീച്ചർ ആവണമെന്ന് ആഗ്രഹിച്ചിട്ട് ആകാതെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അല്ലേ? ഞങ്ങൾക്ക് ഇത്രയും പ്രായമായി പോയി, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഇല്ല, ഇനി പറ്റുമോ? അവർക്കൊക്കെ ഓൺലൈനായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മോണ്ടിസോറി TTC കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ ഇതുപോലുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയാണ് വേണ്ടത് ആ ഒരു ടൈമിൽ ടീച്ചറായി മാറുമ്പോൾ. അപ്പോൾ നമ്മളുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 9544455225 എന്ന നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ള വിവരങ്ങളും കാര്യങ്ങളെല്ലാം അറിയുക കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു മോണ്ടിസോറി ക്ലാസ്സിൽ, അല്ലെങ്കിൽ മോണ്ടിസോറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമിൽ ലെറ്റേഴ്സ് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം എന്നാണ് നോക്കിയത്. അപ്പോൾ ഈ രീതി മാത്രമല്ല, നിങ്ങൾക്ക് വേറെ ഏത് രീതി വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ പിക്ചർ മാത്രമല്ല, ഓരോ ലെറ്റേഴ്സ് ഉപയോഗിച്ച് വേറെ ഒരുപാട് പിക്ചേഴ്സ് നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് കുട്ടികളോടും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറയുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട്, ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്